വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചതോടെ തകർന്നത് പശ്ചിമേഷ്യയുടെ തന്നെ സമാധാന പ്രതീക്ഷയായിരുന്ന രണ്ട് സുപ്രധാന ചർച്ചകൾ. യുഎസുമായി ആണവ ചർച്ചകൾ തുടരുന്നതിൽ ഇനി അർത്ഥമില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി കാജ കല്ലാസുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഇറാന്റെ നിലപാട് അരാഗ്ചി വ്യക്തമാക്കിയത്. ഇതോടെ യുഎസുമായുള്ള ഇറാന്റെ ആണവ ചർച്ചകൾ തകർന്നേക്കുമെന്ന ആശങ്കയുമുണ്ട്. ഇസ്രയേൽ ആക്രമണം ശക്തമാകാനും ഇത് ഇടയാക്കും. ഇസ്രയേൽ ഏറ്റവും അധികം ഭയന്നത് ഇറാന്റെ ആണവായുധ നിർമ്മാണത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളെ തുടർന്നാണ്. ഇറാൻ ആണവശക്തിയായാൽ അത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്നതുകൊണ്ടാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നടപ്പാക്കിയത്. ഇസ്രയേൽ ചർച്ച തകർന്നാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ചർച്ചകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുമെന്ന് ഇറാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇസ്രയേൽ ആക്രമണത്തിന് യുഎസിന്റെ പിന്തുണയുണ്ടെന്നും അരാഗ്ചി ആരോപിച്ചു. യുഎസുമായുള്ള ആണവ ചർച്ചയുടെ 6ാം റൗണ്ട് ഇന്ന് മസ്കറ്റിൽ നടക്കേണ്ടതാണ്. ഇറാൻ പ്രതിനിധികൾ പങ്കെടുക്കില്ലെന്നാണ് സൂചന. ശത്രുവിന്റെ ആക്രമണത്തെ ചെറുക്കുന്നതിലാണ് തങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധയെന്ന ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇറാൻ വക്താവ് പ്രതികരിച്ചു. ഒമാൻ ഇരു രാഷ്ട്രങ്ങളുമായി സംസാരിച്ച ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്ക ഇറാൻ ചർച്ച നടക്കില്ലെന്ന് ഉറപ്പാണ്. ഫലമുണ്ടാകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്നാണ് അമേരിക്ക ഇറാൻ ചർച്ചകളിൽ ഈ തിരിച്ചടിയേറ്റിരിക്കുന്നത്. പലസ്തീൻ വിഷയത്തിൽ പരിഹാരം കാണാനായി ചേരാനിരുന്ന UN സമ്മേളനവും മാറ്റി. സ്വതന്ത്ര പലസ്തീൻ യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അടുത്തയാഴ്ചയിൽ ന്യൂയോർക്കിൽ ചേരാനിരുന്ന അന്താരാഷ്ട്ര സമ്മേളനം. ഹമാസിനെ പുറത്താക്കി അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ പലസ്തീൻ പ്രസിഡന്റ് നൽകുകയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇത് പരസ്യപ്പെടുത്തുകയും വരെ ചെയ്തിരുന്നു. മേഖല സംഘർഷത്തിലായതോടെ ഇതും നിലവിൽ മാറ്റിവച്ചു. രണ്ട് ചർച്ചകളും ഇനി എപ്പോൾ നടക്കുമെന്നത് കാത്തിരുന്ന് കാണണം. ഹമാസ് ഇസ്രയേൽ യുദ്ധത്തേക്കാൾ വ്യാപ്തിയും ആഘാതവും കൂടുതലാണ് നീണ്ടു നിൽക്കുന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനെന്ന് ഏവർക്കും അറിയാം. ഇറാഖ് ജോർദാൻ വ്യോമപാത കലുഷിതമാകുന്നത് മിഡിൽ ഈസ്റ്റിലെ വ്യോമഗതാഗതത്തെ അക്ഷരാർത്ഥത്തിൽ താളം തെറ്റിച്ചിരിക്കുകയാണ്. എണ്ണ സ്വർണ്ണ വിലകൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലാണ്. പ്രധാന വ്യാപാര റൂട്ടുകളിലും അനിശ്ചിതാവസ്ഥയുണ്ടാകാം. ഗാസയിൽ മാനുഷിക ദുരിതം മാറ്റമില്ലാതെ തുടരുന്നതും ലോകത്തിന് നൊമ്പരമാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യസ്ഥനാകാൻ ഒരുക്കമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ സംഭാഷണത്തിലാണ് പുടിന്റെ പ്രതികരണം. ഇറാനെതിരായ സൈനിക നടപടി അപലപിച്ച പുടിൻ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ട്രംപും സമാനമായ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യുക്രൈനിലെയും സമാധാന ചർച്ചകൾ വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപും പുടിനും തമ്മിൽ സംസാരിച്ചത്. ഏകദേശം 50 മിനിറ്റോളം ഫോൺ സംഭാഷണം നടത്തിയതായി വൈറ്റ് ഹൌസും ക്രെംലിനും സ്ഥിരീകരിച്ചു. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള സാഹചര്യമില്ലാതാക്കിയെന്ന് ഇറാനും അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള ചർച്ചയിൽ ഇക്കാര്യം അറിയിച്ചെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. ഇറാനോട് ഇന്ത്യ അനുഭാവം അറിയിച്ചെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ഐക്യദാർഢ്യത്തിന് ഇറാൻ നന്ദി അറിയിച്ചെന്നും മന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിൽ നാളെയും ചർച്ച നടക്കില്ല. ഇക്കാര്യം ഒമാൻ ഭരണാധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെ അപലപിച്ച് ഷാങ്ഹായ് സഹകരണ സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്നും ഇന്ത്യ മാറി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.